ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ സൺഡേ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അതും 11ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി. 11 വർഷങ്ങൾ കടന്നുപോയത് സത്യം പറഞ്ഞാൽ അറിയാൻ പറ്റുന്നില്ല കേട്ടോ. അത് വിശ്വസിക്കാൻ പറ്റുന്നില്ലാത്ത ഒരു അവസ്ഥയിലാണ് ഞാൻ. അപ്പോൾ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞതല്ലേ, അപ്പോൾ ദൈവത്തോടൊന്ന് നന്ദി പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഹസ്ബൻഡ് എന്താ ഇത്തവണത്തെ സ്പെഷ്യലായിട്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അമ്പലത്തിൽ പോയാൽ കൊള്ളാമെന്നുണ്ട്, കർണകോടത്തല്ല കൊച്ചി അമ്പലത്തിൽ പോയാൽ കൊള്ളാമെന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ഗൗഡ സാരസ്വത ബ്രാഹ്മിൻസിൻ്റെ ടെമ്പിളാണ് ഈ കൊച്ചിയിലുള്ളത്. അപ്പോൾ അവിടേക്ക് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ പോകുന്ന വഴിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സംസാരിച്ചും പാട്ടൊക്കെ കേട്ടും ഞങ്ങൾ കൊച്ചി അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിക്കഴിയുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ്, പ്രത്യേകിച്ച് ആ ഗോപുരം കാണുമ്പോഴും അതുപോലെ തന്നെ അവിടെ നിന്ന് വരുന്ന ഓരോ പാട്ടുകൾ കേൾക്കുമ്പോഴും ഇവിടെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സൈലൻസ് ആണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് അമ്പലക്കുളം. ഇവിടെയാണ് ആറാട്ട് ദിവസം ഭഗവാനെ കൊണ്ടുവന്ന് ആറാട്ട് കുളിയൊക്കെ നടത്തുന്നത്. അത് നല്ല രസമായിട്ട് ഇങ്ങനെ താമരയൊക്കെ വിരിഞ്ഞ് നിൽപ്പുണ്ട്. അമ്പലത്തിനോട് ചേർന്ന് തന്നെ ഒരു UP സ്കൂളുണ്ട്, അതല്ലാതെ ഒരു കല്യാണ മണ്ഡപവും ഉണ്ട്. ഈ ഒരു സ്ഥലത്തായിട്ട് ഇപ്പോൾ കൂടുതൽ ട്രാഫിക് വരാതിരിക്കാനായിട്ട് അവർ ടൈലൊക്കെ ഇട്ട് അങ്ങോട്ടേക്ക് പോകുന്ന വാഹനങ്ങളൊക്കെ അവർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പീസ്ഫുള്ളായിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമുള്ളൊരു പ്ലേസ് ആയിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഇങ്ങനെ ട്രാഫിക് കൺട്രോൾ ചെയ്തപ്പോൾ അത് കുറച്ചും കൂടി കൂടുതൽ ഭംഗിയായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇപ്പോൾ ഈ ഒരു അമ്പലം കണ്ടു കഴിയുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു വൈബെന്ന് പറഞ്ഞാൽ തിരുപ്പതി പോയ അതേ ഒരു ഫീലാണ്. ഇവിടുത്തെ പ്രതിഷ്ഠയും അതുപോലെ തന്നെ വെങ്കടാചലപതിയും പിന്നെ ലക്ഷ്മി ദേവിയാണ്. അപ്പോൾ എന്ത് സങ്കടം ഉണ്ടെങ്കിലും ഇവിടെ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരു സമാധാനമാണ് മനസ്സിന്. ഫോർട്ട് കൊച്ചിയും മട്ടാഞ്ചേരിയൊക്കെ വിസിറ്റ് ചെയ്യാൻ വരുന്ന ടൂറിസ്റ്റുകൾ ഈ ഒരു അമ്പലം ഇപ്പോൾ മിസ് ചെയ്യാറില്ല. അവർക്ക് ചിലപ്പോൾ അകത്ത് കയറാൻ പറ്റാറില്ല മിക്കവർക്കും, കാരണം ഹിന്ദുക്കൾക്ക് ഇതിൻ്റെ അകത്ത് പ്രവേശനമില്ല. പക്ഷേ ഈ ഒരു ഗോപുരം കണ്ട് തൊഴുതിട്ടാണ് അവരൊക്കെ മടങ്ങുക. ഗോശ്രീപുരം എന്ന് പറയുന്ന ഒരു പേരും കൂടിയുണ്ട് ഈ ഒരു അമ്പലത്തിന്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ടെമ്പിൾ ബെൽസ് ഉള്ളത് ഈ ഒരു അമ്പലത്തിൻ്റെ അകത്താണ്. ഇവിടുത്തെ ടെമ്പിൾ ബെല്ലിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് 6 അടിയാണ്. അതുപോലെ തന്നെ ഡയമീറ്റർ എന്ന് പറയുന്നത് 4 അടിയാണ്. അമ്പലത്തിൻ്റെ അകത്ത് തന്നെയുള്ളൊരു ഗോശാലയാണിത്. അവിടുത്തെ പശുക്കിടാക്കൾ ഇങ്ങനെ ഓടിക്കളിക്കുന്നത് കാണുമ്പോൾ നമുക്ക് വൃന്ദാവനത്തിലെത്തിയ പോലത്തെ ഒരു ഫീലാണ് കേട്ടോ. അങ്ങനെ അമ്പലത്തിൽ പോയിട്ട് ദൈവത്തോട് നന്ദി പറഞ്ഞ് കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഐസ്ക്രീം സോഡ കുടിക്കാനാണ്. ഈ അടുത്തായിട്ട് കുറേ റീല് കാണാറുണ്ടല്ലേ, മസാല ദോശ കഴിക്കാനായിട്ട് ഹോട്ടലിൽ പോയാൽ പോരെ, അതിന് അമ്പലത്തിൽ വരണമെന്നുള്ളത്. അതുപോലെയാണ് ഇവിടുത്തെ ഐസ്ക്രീം സോഡയുടെ കാര്യം. വെറുതെ പോയി ഐസ്ക്രീം സോഡ കുടിച്ച് ആ ഒരു വൈബ് കിട്ടില്ല. ഇവിടെ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് തിരിച്ച് വന്നു കഴിയുമ്പോൾ ഈ ഒരു ഐസ്ക്രീം സോഡ കുടിക്കണം. അടിപൊളി ഫീലാണ് കേട്ടോ. അപ്പോൾ ഇതൊരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയുള്ള എല്ലാ കടയിലും തന്നെ ഇത് കിട്ടും. ഈ ഒരു അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിൽ എത്തുമ്പോൾ ഇത് എവിടെയോ കണ്ടു മറന്ന ഒരു ഫീല് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് സ്വാഭാവികമാണ്. കാരണം നമ്മുടെ വിക്രമാദിത്യൻ ഫിലിമിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ ഈ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഷൂട്ട് ചെയ്തത്. അമ്പലത്തിൻ്റെ പുറത്തായിട്ടാണ് കേട്ടോ. മഴനില കുളിരുമ എന്ന് പറഞ്ഞിട്ട് അതിലുള്ള സോങ് ഇല്ലേ, അതിൽ നമിത പ്രമോദ് ഡാൻസ് ചെയ്യുന്നൊരു സീനുണ്ട്, അതൊക്കെ ഇവിടെ എടുത്തതാണ്. അതുപോലെ തന്നെ അന്തിച്ചോപ്പിൽ എന്ന് പറഞ്ഞിട്ടൊരു വേറൊരു സോങ് ഉണ്ട്, അതിൽ ഷട്ടിൽ കളിക്കുന്ന ആ ഒരു സീനും ഇവിടെയൊക്കെ എടുത്തതാണ്. GSB കമ്മ്യൂണിറ്റി കേരളത്തിൽ വന്ന എല്ലാ ഹിസ്റ്ററിയും ഈ ഒരു അമ്പലവുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ അതെല്ലായിടത്തും വിക്കിപീഡിയയിലൊക്കെ കിട്ടുന്നതുകൊണ്ട് ഞാനത് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. എൻ്റെ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് വെഡിങ് ആനിവേഴ്സറി വിഷ് ചെയ്തേക്കൂ, എനിക്ക് ഒരുപാട് സന്തോഷമാവും. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ.